അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ വരുന്ന കാക്കൊല്ല പരീക്ഷയ്ക്ക് ലിസാനുൽ ഖുർആനിൽ നിന്ന് 4 പാഠങ്ങളാണ് ഉണ്ടാവുക. അതിലെ 3-ാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പാഠം എൻ്റെ അഭിപ്രായത്തിൽ 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് വളരെ ടഫായിട്ടായിരിക്കും തോന്നുക. കാരണം ഇതൊന്നും ഒരു 3-ാം ക്ലാസ്സിലെ കുട്ടിക്ക് താങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കുറച്ച് പ്രയാസമുള്ള പാഠമായിട്ടാണ് എനിക്ക് അനുഭവിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതായാലും സമസ്ത നമുക്കൊരു പുസ്തകം അതിൽ പാഠം നിശ്ചയിച്ചു തന്നാൽ പിന്നെ നമ്മളത് പഠിക്കുക, അതാണ് നമ്മളെ ഉത്തരവാദിത്വം. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായ രൂപത്തിൽ പറഞ്ഞു തരാം. ഈ പാഠത്തിൽ കയ്യെഴുത്ത് മാസികയെക്കുറിച്ചാണ് പറയുന്നത്. കയ്യെഴുത്ത് മാസികക്ക് എന്താ അറബിയിൽ പറയാം? മജല്ലത്തും ബി ഖത്തിൽ യദ്. യദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ കയ്യെഴുത്ത് മാസികക്ക് എന്താ പറയുക? മജല്ലത്തുൻ ബി ഖത്തിൽ യദ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ, അതും അതിൻ്റെ മീനിങ്ങും അതെങ്ങനെ ഉപയോഗിക്കലും, ഇത്രയാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇതിൽ അന നമ്മൾ പണ്ട് പഠിച്ചതാണ്, കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. എന്താ അന എന്ന് പറഞ്ഞാൽ? ഞാൻ. നഹ്നു നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നഹ്നു പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. എന്താണ്? ഞങ്ങൾ. അന്ത പഠിച്ചിട്ടുണ്ട്. എന്താ അന്ത എന്ന് പറഞ്ഞാൽ? നീ ഒരു പുരുഷൻ അല്ലേ? ഒരു പുരുഷനോട്, ഒരു ആൺകുട്ടിയോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അന്ത എന്നാണ് പറയുക. ഒരു പെൺകുട്ടിയോടാണെങ്കിൽ എന്താ പറയുക? അന്തി എന്നാണ് പറയുക അല്ലേ? അപ്പോൾ അന്തൻ്റെ ശേഷം ഒരു ആൺകുട്ടിയുടെ പേരാണ് ഉണ്ടാവേണ്ടത്. അന്തിയുടെ ശേഷം ഒരു പെൺകുട്ടിയുടെ പേരാണ് ഉണ്ടാവുക. അപ്പോൾ അത് രണ്ടും പഠിച്ചു. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പാഠത്തിൽ പഠിക്കാത്തൊരു വാക്കാണ് അന്തുമ. അപ്പോൾ അന്ത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷന്, അന്തി പറഞ്ഞാൽ നീ ഒരു സ്ത്രീ. അങ്ങനെയാണെങ്കിൽ അന്തുമ എന്ന് പറഞ്ഞാലോ നിങ്ങൾ രണ്ടാൾ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അന്തുമ തന്നെ പറയാം. അന്തുമ നിങ്ങൾ രണ്ടാൾ. ഇനി അന്തു എന്ന് പറഞ്ഞാലോ നിങ്ങൾ കുറേ ആൾ. അന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ ആളുകൾ. കുറേ ആണുങ്ങൾക്ക് എന്താ പറയുക? അന്തും എന്ന് പറയാം. ഇനി കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ എങ്ങനെ പറയാം? അവരോട് നിങ്ങൾ എന്നെങ്ങനെ പറയാം? അന്തുന്ന. അറബിയിൽ എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ. അപ്പോൾ ഇതും നിങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതെന്താണ്? ആണുങ്ങളോടാണ്. ഇത് പെണ്ണുങ്ങളോടാണ്. അന്തുന്ന. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അന പഠിച്ചു. അന എന്ന് പറഞ്ഞാൽ ഞാൻ. നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഞങ്ങൾക്ക് ഇന്ന് മദ്രസ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോകും, ഞങ്ങളുടെ ഒഴിവ് ദിവസം, ഇങ്ങനെ ഞങ്ങൾ എന്ന് നമ്മൾ പറയും. അതിന് അറബിയിൽ എന്താ പറയുക? നഹ്നു. അപ്പം അന നഹ്നു. പിന്നെ നമ്മൾ പഠിക്കുന്നത് നീ. ഒരാളോട് നമ്മൾ പറയും നീ. നിങ്ങൾ രണ്ടാൾ. അത്. പിന്നെ മൂന്നാമത്തെ നിങ്ങൾ കുറേ ആൾ, ആണുങ്ങൾ കുറേ പെണ്ണുങ്ങൾ. ഇങ്ങനെ 4 പഠിക്കുന്നത്. അന്ത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ, അന്തി നീ ഒരു സ്ത്രീ. അന്തുമ നിങ്ങൾ രണ്ടാൾ. അത് ആണിനും പറയും പെണ്ണിനും പറയും. പിന്നെ അന്തും നിങ്ങൾ കുറേ ആണുങ്ങൾ, അന്തുന്ന നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ. ഇനി അടുത്തത് അവൻ എന്നിങ്ങനെ അറബി പറയാം. അവൻ നാളെ ഗൾഫിൽ പോകും. അപ്പം അവൻ എന്നെങ്ങനെ അറബി പറയും? അവൻ എന്ന് പറയാൻ അറബിയിൽ ഹുവ എന്നാ പറയാം. എന്താ പറയുക? ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ. അപ്പോൾ ഹുവ റാഷിദ് എന്ന് പറഞ്ഞാൽ അവൻ റാഷിദാണ്. ഏതുപോലെ അന്ത റാഷിദ് എന്ന് പറഞ്ഞാൽ എന്താ? നീ റാഷിദാണ്. അപ്പോൾ ഹുവ റാഷിദ് എന്ന് പറഞ്ഞാൽ അവൻ റാഷിദാണ്. ഇനി അവൾ എന്നെങ്ങനെ അറബി പറയാം? അവൾ എന്നുള്ളതിന് വഹിയ എന്നാ പറയാം. വഹിയ. അപ്പോൾ ആണുങ്ങൾക്ക് പറയണത് ഹുവ എന്ന് പെണ്ണിന് പറയാൻ പറ്റുമോ? ഹുവ ഫാത്തിമ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഹിയ സൈനബ അല്ലെങ്കിൽ ഹിയ ഫാത്തിമ. അപ്പോൾ ഹിയ പറയണം. മനസ്സിലായി? അടുത്തത് അവർ രണ്ടുപേരും എങ്ങനെ പറയാം? അവർ രണ്ടാൾ ഇന്നലെ മദ്രസയിൽ വന്നിട്ടില്ല. അവർ രണ്ടാൾ എന്നുള്ളതിന് ഹുമ എന്നാ പറയാം. ഹുമ. അപ്പോൾ ഇവിടെ അന്തുമ എന്ന് പറയുന്നിടത്ത് എന്തതിന് അർത്ഥം? നിങ്ങൾ രണ്ടാളാണ്. അപ്പം നിങ്ങൾ രണ്ടാൾ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അവർ രണ്ടാൾ. അപ്പോൾ എന്തെങ്ങനെ പറയാം? ഹുമ. ഇവിടെ അന്തുമ നിങ്ങൾ രണ്ടാൾ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടാൾ. അടുത്തത് ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ ആണുങ്ങൾ. നേരത്തെ നമ്മൾ പഠിച്ചു അന്തും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കുറേ ആണുങ്ങൾ, അവർ കുറേ ആണുങ്ങൾ എന്നുണ്ടെങ്കിൽ ഹും. അപ്പോൾ ഹും അന്തും. മനസ്സിലായില്ലേ? അന്തും ആവുമ്പോൾ നമ്മൾ അടുത്തുള്ള ആളുകളോട് പറയുകയാണ് നിങ്ങൾ കുറേ ആളുകൾ. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ ആളുകൾ. അടുത്തത് ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ കുറേ സ്ത്രീകൾ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പം ഞാനിന് എങ്ങനെ അറബിയിൽ പറയാം? ഞങ്ങൾ എങ്ങനെ അറബിയിൽ പറയാം? നീ ഒരാണ്, നീ ഒരു പെണ്ണ്. പിന്നെ അവനൊരാണ്, അവനൊരു പെണ്ണ്. പിന്നെ അവർ രണ്ടാൾ. പിന്നെ അവർ കുറേ ആണുങ്ങൾ, അവർ കുറേ പെണ്ണുങ്ങൾ. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്.
അപ്പോൾ അത് പറയുമ്പോൾ അതിന് ശേഷമുള്ള വാക്കിൽ എന്തൊക്കെ മാറ്റം വരും അതും കൂടി ശ്രദ്ധിച്ചാലേ നമുക്ക് ഈ പാഠത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അർത്ഥം വെച്ചോ. അസ്തിഖായി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ, അന ജാബിറുൻ. അപ്പോൾ ഇവിടെ കൈയെഴുത്ത് മാസിക തയ്യാറാക്കുന്ന കുട്ടികളെ കാണുന്നുണ്ട്. കുറേ പെൺകുട്ടികളുണ്ട്, കുറേ ആൺകുട്ടികളുണ്ട്. അപ്പോൾ ജാബിർ പറയാം, അന ജാബിർ, ഞാൻ ജാബിറാണ്. വഹിബുൽ ഖിറാഅ, ഞാൻ എന്തിനെ ഇഷ്ടപ്പെടുന്നു? ഐ ലൈക്ക് റീഡിങ്, ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. അൽ യൗം, ഇന്ന ദിവസം. നഹ്നു, നഹ്നുവിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു, എന്താണ്? ഞങ്ങൾ. അപ്പോൾ ഈ നഹ്നുവിന് ശേഷം വരുമ്പോൾ അതിന് ശേഷമുള്ള വാക്കിൽ നൂനുണ്ടാവും, തുടക്കത്തിലൊരു നൂനുണ്ടാവും. കണ്ടോ? നുഇദ്ദു. അപ്പം നഹ്നു നുഇദ്ദു. അപ്പം നഹ്നുവിന് ശേഷം വരുന്ന വാക്ക് നിങ്ങളോട് പരീക്ഷയ്ക്ക് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ട്രിക്ക് നോക്കിയാൽ മതി. ശേഷം നൂന് വരുന്ന വാക്ക് ഉത്തരത്തിലുണ്ടെന്നോ എന്നാൽ അതെടുത്ത് എഴുതിയാൽ മതി. നഹ്നു നുഇദ്ദു, ഞങ്ങൾ തയ്യാറാക്കും. മഅൻ, ഒപ്പം. മജല്ലത്തൻ, എന്താണ്? മാഗസിൻ, മാസിക. മക്തൂബത്തൻ ബി ഖത്തിൽ യദി, കയ്യെഴുത്ത് മാസിക, കൈ കൊണ്ട് എഴുതിയ മാസിക. അന്ത, നീ യാസിർ, നീ യാസിറാണ്. അന്തി ഫാത്തിമ, നീ ഫാത്തിമയാണ്. കിതാബത്തുകുമാ, നിങ്ങളുടെ രണ്ടാളുടെയും എഴുത്ത് ജമീലത്തുൻ, ബ്യൂട്ടിഫുൾ ആണ്, ഭംഗിയുള്ളതാണ്. അന്തുമാ, നിങ്ങൾ രണ്ടുപേരും തക്തുബാനി ഫിൽ വറക്കത്തി, നിങ്ങൾ രണ്ടുപേരും എന്താണ്? പേപ്പറിൽ എഴുതണം. അപ്പം നിങ്ങൾ രണ്ടുപേരും പേപ്പറിൽ എഴുതുന്നവരാണ്. അപ്പം കയ്യെഴുത്ത് മാസിക എല്ലാവരും കൂടിയിട്ടല്ലേ. അപ്പം ആരൊക്കെയാണ് പേപ്പറിൽ എഴുതുന്നത്? ഫാത്തിമയും പിന്നെ യാസിറും അല്ലേ? ഫാത്തിമയും യാസിറും. അന്തുമാ തക്തുബാനി ഫിൽ വറക്കത്തി, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? പേപ്പറിൽ എഴുതണം. പേപ്പറിൽ എഴുതുന്നു. പിന്നെ യാ സാലിം, സാലിമേ, നബീലെ, നിഹാലെ, മൂന്ന് കുട്ടികളുടെ പേര് സാലിമി, നബീല്, നിഹാൽ. ഓൽക്ക് എന്താ പണി? അന്തും, നിങ്ങൾ. ഈ മൂന്നാളുകളെ വിളിക്കുന്നത് എന്താണ്? നിങ്ങൾ. തജ്മഊന, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൂട്ടണം. അൽ അഖലാം, പേനകൾ. കലം നമ്മൾ പഠിച്ചിരുന്നില്ലേ? കലമിൻ്റെ ജമാ എന്ത്? അഖലാം, പേനകൾ. അൽവാൻ, നിറങ്ങൾ. അപ്പോൾ കളറുകളും അതുപോലെ തന്നെ പേനകളൊക്കെ ആരാണ് സംഘടിപ്പിക്കേണ്ടത്? നിഹാൽ, നബീൽ, സാലിം. അടുത്തത് ഹാദിയനോട് പറയാം. യാ ഹാദിയ, നൂറ, റമീസ. മൂന്ന് പെൺകുട്ടികൾ, ഹാദിയ, നൂറ, റമീസ. എന്താ ചെയ്യുന്നത്? അന്തുന്ന, നിങ്ങൾ. തുസമ്മിമുന, നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. എന്താ ഡിസൈൻ ചെയ്യാറുനാൽ? അതായത് നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് ഭംഗിയാക്കുക. എന്തിന്? അൽ ഖിലാഫ, മറ്റേ ചട്ട, നമ്മുടെ മാഗസീൻ ഉണ്ടാക്കേണ്ട ചട്ട ഉണ്ടല്ലോ, അതിൻ്റെ പുറം പേജ്, അത് നിങ്ങൾ ഡിസൈൻ ചെയ്യണം. ആരൊക്കെയാണത്? മൂന്ന് പെൺകുട്ടികളാണ്. നിങ്ങൾ മൂന്ന് പെൺകുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങൾ മൂന്നാളുകൾ, നിങ്ങൾ കുറേ സ്ത്രീകൾ. എങ്ങനെ അറബിയിൽ പറയും? അന്തുന്ന. അടുത്ത് ഹുവ റാഷിദുൻ, അവൻ റാഷിദാണ്. വഹിയ സൈനബ, അവൾ സൈനബയുമാണ്. യുഹിബാനി തെൽവീന, ഒരു രണ്ടാൾക്കും എന്താ ഇഷ്ടം എന്നറിയോ? കളർ കൊടുക്കലാണ് ഇഷ്ടം. തെൽവീൻ, കളർ കൊടുക്കൽ. ഹുമ, അവർ രണ്ടുപേരും. യുലവ്വിനാനി, അവർ രണ്ടുപേരും കളർ കൊടുക്കുന്നു. അസഫഹാത്തി, പേജുകൾക്ക് കളർ കൊടുക്കും. ഹുന, ഇവിടെ. തുല്ലാബുൻ, കുറേ കുട്ടികളുണ്ട്. ഹും, അവരെന്താണ്? യഖ്തഊന അൽ ഔറാഖ, പേജുകൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ആവശ്യമായ പേപ്പറുകളൊക്കെ മുറിക്കും. വഹുനാക്ക ത്വാലിബാത്തുൻ, പിന്നെ കുറച്ച് പെൺകുട്ടികളുണ്ട്. അവരെ പണി എന്താ? ഹുന്ന യർസുമൂന സൂറ, ഒരു ചിത്രങ്ങൾ വരക്കലാണ് അവരുടെ പണി. ചിത്രങ്ങൾ വരക്കലാണ് അവരുടെ പണി. അപ്പോൾ ഇവിടെ ഈ ചുവപ്പ് കളറിലുള്ള വാക്കുകളൊക്കെ കാണാതെ പഠിക്കണം. നമുക്ക് ഇപ്പുറത്തേക്ക് പോകാം. ഇത് നിങ്ങൾ പഠിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. എന്ത്? അന്ത യാസിറുൻ, നീ യാസിറാണ് അല്ലേ? അന്തി ഫാത്തിമ, നീ ഫാത്തിമയാണ്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അവൻ റാഷിദാണ്. എങ്ങനെ അറബി പറയും? ഹുവ റാഷിദ്, അവൻ റാഷിദാണ്. ഇനി അവൾ ഫാത്തിമയാണ് അല്ലെങ്കിൽ അവൾ സൈനബയാണ്. എങ്ങനെ പറയാം? ഹിയ സൈനബ, ഹിയ സൈനബ. ഇനി ഇവിടെ എളുപ്പമുള്ള നോക്കാം. അന ജാബിർ, ഇത് നമ്മൾ പണ്ട് പഠിച്ചതാണ്. അന ഉസ്താദും പണ്ട് പഠിച്ചില്ലേ? അന ജാബിർ എന്ന് പറഞ്ഞാൽ ഞാൻ ജാബിറാണ്. അപ്പോൾ ഇതും നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെ പഠിക്കാനുള്ളതാണ് ഹുവ, ഹുമ, ഹും. ഇത് മൂന്നും പഠിക്കുക. ഹുവ പഠിച്ചു, അവൻ. അപ്പോൾ അവർ രണ്ടാളെന്ന് എങ്ങനെ പറയാം? ഹുമാ, അവർ രണ്ടാൾ. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ ആൾ. ഹുവ, ഹുമാ, ഹും. അപ്പോൾ ഹുമാ യുലവ്വിനാനി. അപ്പോൾ ഈ ഹുമ വരുമ്പോൾ ശേഷമുള്ള വാക്കിൽ ഒരു അവസാനം ഒരു അലിഫും നൂനും ഉണ്ടാവും കേട്ടോ. ആ ട്രിക്ക് നമുക്ക് മനസ്സിലാക്കാം. അവസാനം അലിഫും നൂനുള്ള വാക്കാണ് ഇവിടെ എഴുതി കൊടുക്കുക. പിന്നെ ഹും യഖ്തഊന, ഹും യഖ്തഊന, അവർ എന്ത് ചെയ്യുന്നു? മുറിക്കുന്നു അല്ലേ?
അടുത്ത് അവൾ എങ്ങനെ അറബി പറയാ? ഹിയ. ഹിയ സൈനബ, ഹിയ ഫാത്തിമ, അങ്ങനൊക്കെ പറയും ഹിയ. ഇനി ഹുന്ന എന്ന് പറഞ്ഞാൽ എന്താ? അവർ കുറേ പെണ്ണുങ്ങൾ. യർസുമൂന എന്ത് ചെയ്യുന്നു? അവർ ചിത്രം വരക്കുന്നു. അന്തുന്ന നിങ്ങൾ, നിങ്ങൾ തുസമ്മിമിന നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ഡിസൈൻ ചെയ്യുന്നു. നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു? ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ആണുങ്ങൾക്ക് പറയുന്ന ഏതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ആണുങ്ങൾക്ക് പറയുന്നത് ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അന്തുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുകൾ. അന്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ ആളുകൾ. അന്തുമ നിങ്ങൾ രണ്ടാളുകൾ തക്തുബാനി എഴുതുന്നു. ഇവിടെ അന്തുമ എന്ന് വരുമ്പോഴും ഇവിടെ അലിഫും നൂനുള്ള വാക്കാണ് വരിക കേട്ടോ, അത് ഓർത്തു വെക്കുക. പിന്നെ അന്തുമ വരുമ്പോൾ തുടക്കത്തിൽ താ ആയിരിക്കും. ഇതിൽ താ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ താ ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള വാക്കിലും താ ഉണ്ടാവും കേട്ടോ. ഈ ട്രിക്ക് നോക്കുക. അന്തുമ വരുമ്പോൾ ഇവിടെ ഉള്ള വാക്കിൽ താ ഉണ്ടാവും, അവസാനം അലിഫും നൂനുണ്ടാവും. ഹുമ വരുമ്പോൾ അവസാനം അലിഫും നൂനുണ്ടാവും, ഇവിടെ താ ഉണ്ടാവില്ല കേട്ടോ ഹുമ വരുമ്പോൾ. പിന്നെ ചില സ്ഥലത്ത് താ ഉണ്ടാവും, അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പിന്നെ അന്തും തജ്മാവുന, ഞാൻ ട്രിക്കുകളല്ല പറഞ്ഞത്. അന്തും തജ്മാവുന നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂട്ടുന്നു. പിന്നെ അപ്പോൾ ഇവിടെ ആണുങ്ങൾക്ക് പറയുന്നത് ഏതൊക്കെയാണ്? ഇത് അന്ത, നീ ഒരു പുരുഷനാണ് അല്ലേ. പിന്നെ ഹുവ അവൻ, അവൻ റാഷിദ്, ഇത് ആണാണ് അല്ലേ. പിന്നെ ആണിനും പെണ്ണിനും പറയുന്നതാണ് ഹുമ, ഇത് ആണിനും പറയും പെണ്ണിനും പറയും. പിന്നെ ഹുന്ന ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമേ പറയുള്ളൂ. ഹുന്ന പെണ്ണുങ്ങൾക്ക്, കുറേ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവർ കുറേ പെണ്ണുങ്ങൾ എന്ന് പറയാൻ എന്താ പറയുക? ഹുന്നയാണ് പറയുക, ഹുന്ന. ഇനി നിങ്ങൾ കുറേ പെണ്ണുങ്ങളാണെങ്കിലോ അന്തുന്ന. അപ്പോൾ പെണ്ണുങ്ങളിൽ രണ്ടിനും നൂനുണ്ട് അല്ലേ, നല്ല അവസാനം ശബ്ദമുള്ള നൂൻ. അന്തുന്ന ഹുന്ന, ഹുന്ന അന്തുന്ന, ഇത് രണ്ടും പെണ്ണുങ്ങൾക്കാണ്. പിന്നെ ആണുങ്ങൾക്ക് കുറേ ആളുകളുണ്ട്, ഹും എന്നാ പറയുക, ഹും. പിന്നെ നിങ്ങൾ കുറേ ആണുങ്ങൾ എന്നുള്ളതിനോ അന്തും. അപ്പോൾ രണ്ടിലും അവസാനം മീമുണ്ട്. അങ്ങനെ ട്രിക്ക് നോക്കാം. അന്തും ഹും രണ്ടും ആണുങ്ങളത്, അവസാനം നൂനുള്ളത് എന്താണ്? ഷദ്ദുള്ള നൂനുള്ളത് പെണ്ണുങ്ങളത്. അങ്ങനെയൊക്കെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ ഇത് ഒന്നായിട്ടുള്ള ലൈനല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ, ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ. അപ്പോൾ നോക്കുക, ഇവിടെ ബനാത്തുൻ ഹിയ, ബിന്തുൻ ഹുമ, തക്തുബാനി ഹുന്ന. അപ്പോൾ ഇത് എങ്ങോട്ടാണ് ചേർക്കേണ്ടത് എന്നാണ്, അപ്പോൾ മാച്ച് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഹുമ എന്ന് പറയുന്ന അവസാനം അലിഫുള്ള ഇത് വന്നാൽ അവസാനം അലിഫു നൂനുള്ള വാക്കാണ് വരിക. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് വരേണ്ടത്, മനസ്സിലായോ? ഇതിങ്ങോട്ട്. അടുത്തത് ഹിയ എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബിന്തു എന്ന് പറഞ്ഞാൽ എന്താ? മോളാണ്. അപ്പോൾ അവൾ മോളാണെന്നുള്ളതിന് ഹിയ ബിന്തുൻ. ഇനി ഒന്നല്ല ബാക്കിയുള്ളത്, അത് ഹുന്ന ബനാത്തുൻ. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഇതേപോലെ ഹുമ എന്നുണ്ട്. അപ്പോൾ ഇവിടെയും അവസാനം അലിഫു നൂനുള്ള വാക്ക് കണ്ടെത്തുക. ഏതാ അവസാനം അലിഫു നൂനുള്ള വാക്ക്? ഇത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട്, അത് റെഡിയായല്ലോ. ഇനി ഹുവ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഹുവ പറഞ്ഞാൽ അവൻ, ഹി പറഞ്ഞാൽ അവൾ. അപ്പോൾ ഹുവ യാസിറുൻ, അവൻ യാസിറാണ്. ഇനി ബാക്കി എന്താ ഉള്ളത്? ഹും അബ്നാഉൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത വർക്ക് ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ എന്നതിന് എന്താണ് അറബി പറയാ? അന അല്ലേ. അങ്ങനെ നുഇദ്ദു എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ തയ്യാറാക്കും. അപ്പം ഞങ്ങൾ എന്നുള്ളതിന് എന്താണ് അറബിയിൽ പറയുക? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ കണ്ട ചോപ്പ് കാണാതെ പഠിക്കണം. ഈ ചോപ്പ് വാക്കുകളെല്ലാം ഒരുമിച്ച് ഇവിടെ ഉണ്ട്. എവിടെ? ഇതാ ഇവിടെ. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അന നഹ്നു. ഇത് കാണാതെ പഠിക്കാൻ. ഇതിൻ്റെ മീനിങ്ങും മനസ്സിലാക്കുക, അർത്ഥവും മനസ്സിലാക്കുക. അന എന്ന് പറഞ്ഞാൽ അയാം, ഞാൻ. നഹ്നു എന്ന് പറഞ്ഞാൽ വി, ഞങ്ങൾ. ഇത് രണ്ടും ഓർത്ത് വെക്കുക. പിന്നെ ഫസ്റ്റ് ലൈനിൽ ഹുവ, ഫസ്റ്റ് ലൈനിൽ ഹുവ ഹുമാ ഹും അല്ലേ. എല്ലാത്തിലും ഹു ഉണ്ട് അല്ലേ. ഹുവ ഹുമാ ഹും. ഇവിടെ ഹുമ എന്ന് പറയുമ്പോൾ രണ്ടാളുണ്ടാവും, രണ്ടാൾ. ഹും എന്ന് പറയുമ്പോൾ കുറേ ആളുണ്ടാവും. ഹുവ എന്ന് പറയുമ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ. ഹിയ എന്ന് പറയുമ്പോൾ ഒരാൾ, ഒരു പെണ്ണ്. ഹുമ എന്ന് പറയുമ്പോൾ രണ്ട് പെണ്ണ്. ഹുന്ന എന്ന് പറയുമ്പോൾ
കുറേ പെണ്ണുങ്ങളും. അന്ത അന്തുമ അന്തു അങ്ങനെ തന്നെ. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്നതിന് എന്താണ് അറബിയിൽ പറയുക? നഹനു എന്നാണ് പറയുക. അപ്പോൾ എന്താ ഇവിടെ പറയേണ്ടത്? നഹനു. അടുത്ത് തെക്തുബാനി അല്ലേ? തെക്തുബാനി, നിങ്ങൾ രണ്ടുപേരും എഴുതുന്നു. അപ്പോൾ നമ്മൾ പാഠത്തിൽ തെക്തുബാനി എവിടെയാണ് കണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ എവിടെയാണ് തെക്തുബാനി കണ്ടത് പാഠത്തിൽ? ഇതാ അന്തുമാ തെക്തുബാനി, അന്തുമാ തെക്തുബാനി. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് എഴുതുക? അന്തുമ എന്ന് എഴുതുക. അന്തുമ, അന്തുമ തെക്തുബാനി. അടുത്ത തെജ്മഊന, തെജ്മഊന അതേതാണ്? അതും നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അന്തും തെജ്മഊന, ഇതാ ഇവിടെ ഉണ്ട് അന്തും തെജ്മഊന. അപ്പോൾ ഏതാ വേണ്ടിയത് ഇവിടെ? അന്തും. ഇവിടെ അന്തും എന്നാ വേണ്ടത്. അടുത്ത തുസമ്മിമിന, തുസമ്മിമിന. ഇവിടെ നോക്കുക, ഇവിടെ തുസമ്മിമിന എന്നല്ല വന്ന് അവസാനം ഒരു സുക്കൂനും പിന്നെ ഒരു ശേഷം നൂനും അല്ലേ? അവസാനത്തിൻ്റെ അക്ഷരത്തിന് മുമ്പ് ഒരു സുക്കൂന് പിന്നെ ഒരു നൂന് അല്ലേ? ഒരു ഫതഹുള്ള നൂന്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഉത്തരം എന്തായിരിക്കും? അന്തുന്നയോ അല്ലെങ്കിൽ ഹുന്നയോ ആയിരിക്കും. അന്തുന്നയോ അല്ലെങ്കിൽ ഹുന്നയോ. ഇനി അന്തുന്നയാണെങ്കിൽ ഈ വാക്കിൻ്റെ തുടക്കത്തിൽ എന്തുണ്ടാകും? താ ഉണ്ടാവും. ഇതാ. അപ്പോൾ തുടക്കത്തിൽ താ ഉണ്ടെങ്കിൽ ഇവിടെ അന്തുന്നയാണ് കൊടുക്കേണ്ടത്. ഇനി തുടക്കത്തിൽ താ ഇല്ല, അപ്പം എന്താ വരിക? ഹുന്നയാണ് വരിക. ഇനി ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ പാഠത്തിൽ കാണിച്ചു തരാം ഹുന്ന വന്ന സ്ഥലം. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹുന്ന യർസുമിന. നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞ പോലെ അവസാനം ഫതഹിനുള്ള നൂനുണ്ട് പിന്നെ സുക്കൂനുണ്ട്. അപ്പോൾ ട്രിക്ക് മനസ്സിലായോ? അവസാനം ന എന്നും അതിൻ്റെ മുമ്പ് സുക്കൂനുണ്ടെങ്കിൽ ഇവിടെ ഹുന്നയോ അന്തുന്നയോ വരിക. ഇനി ഇവിടെ യാ ആണെങ്കിൽ എന്ത് മനസ്സിലായി? ഇവിടെ ഹുന്നയാണ് കൊടുക്കേണ്ടത്. ഇവിടെ താ ആണെങ്കിൽ എന്താ കൊടുക്കേണ്ടത്? അന്തുന്ന. ഇവിടെ എന്താ വായിക്കുക? ഹുന്ന യർസുംന. കണ്ട, ഹുന്ന യർസുംന, ഹുന്ന യർസുംന ഒരേപോലെയല്ലേ? ഹുന്ന യർസുംന. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. തുസമ്മിമിന, തുസമ്മിമിന. അപ്പം അന്തുന്നയോ ഹുന്നയോ ആണെന്ന് ഓർത്തു വെക്കുക. ഏതാണ്? അന്തുന്നയാണെങ്കിൽ ഇവിടെ താ ഉണ്ടാവും, അപ്പം അന്തുന്ന ചേർക്കേണ്ടത്. പിന്നെ ഇവിടെ താ ഇല്ലെങ്കിൽ യുസമ്മിമിന എന്നാണെങ്കിൽ എന്തായിരിക്കും? ഹുന്നായിരിക്കും. അത് മനസ്സിലാക്കുക. അപ്പോൾ അവസാനം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്തുന്നയോ ഹുന്നയാണ് എന്ന ഐഡിയ എല്ലാവരും ഓർത്തു വെക്കുക. അടുത്ത യുലവ്വിനാനി, അവർ രണ്ടുപേരും കളർ കൊടുക്കുന്നു. എന്താ വേണ്ടത്? ഹുമാ യുലവ്വിനാനി. അടുത്ത യഖ്തഊന, യഖ്തഊന അവർ മുറിക്കുന്നു. ഹും യഖ്തഊന, അവർ എന്നുള്ളത് എന്താ പറയുക? ഹും. അടുത്ത യർസുംന. കണ്ടോ? യർസുംന, കണ്ടില്ലേ? അപ്പം എന്താ കൊടുക്കേണ്ടത്? നിങ്ങൾ പറയൂ. ഇവിടെ യാ ആണ്. യാ ആവുമ്പോൾ എന്താ കൊടുക്കേണ്ടത്? ഹുന്ന. ട്രിക്ക് മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ട്രിക്കൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. അല്ലാതെ പരീക്ഷയ്ക്ക് നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. യാ സാലിമ, യാ സാലിം, സാലിമേ അന്ത സ്വദീഖി, നീ എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ഇവിടെ ഹു ഉണ്ട്, അന്ത ഉണ്ട്, അന്തിണ്ട്. ഇവിടെ അന്തി വരൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താ കാരണം എന്നറിയോ? ഇവിടെ സാലിം ആണാണ്, അപ്പം അന്തി ഉറപ്പായിട്ടും വരൂല. പിന്നെ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നർത്ഥം. നമ്മൾ സാലിമി നമ്മൾ അടുത്തുണ്ടാവുമ്പോൾ അവൻ എന്നാ പറയാ, നീ എന്നല്ല പറയാ. അപ്പോൾ ഹുവയും പറ്റൂല. പിന്നെ ഏതാണ്? അന്തം. ഇനി യാ ഫാത്തിമ, ഫാത്തിമ നാജിഹത്തുൻ. ഇവിടെ ഹിയ ഉണ്ട്, അന്ത ഉണ്ട്, അന്തിണ്ട്. അന്ത പറ്റൂല ഉറപ്പാ. കാരണം എന്താ? അന്ത ആണുങ്ങൾക്ക് പറയുന്നതാണ്. പിന്നെ ഹിയ എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ്. ഫാത്തിമാനെ നമ്മൾ വിളിക്കാൻ, ഫാത്തിമ നമ്മളെ മുമ്പിലുണ്ട്, നമ്മളെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ അവൾ നല്ലല്ലേ പറയാ, നീ എന്നാ പറയാ. നീ എങ്ങനെ പെണ്ണിനോട് പറയാ? അന്തി. അടുത്ത യാ അബ്നാഉ ലാഇബൂന, യാ അബ്നാഉ ലാഇബൂന. ഓ കുട്ടികളെ, ആൺകുട്ടികളെ, നിങ്ങൾ കളിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ ആൺകുട്ടികളാണ്. അപ്പോൾ എന്തായാലും അന്തി വരൂല, ഉറപ്പിച്ചു. അന്തി വരൂല. പിന്നെ അന്ത, അന്ത ആവണമെങ്കിൽ എന്താവണം? നീ ഒരാണല്ലേ. അന്ത ജാബിറുൻ, അന്ത അങ്ങനല്ലേ, നീ ഒരാളെ കുറിച്ചാണ് പറയാം. അപ്പോൾ ഇവിടെ ലായിബൂന എന്ന് പറയുമ്പോൾ കുറേ ആളുണ്ട്. എങ്ങനെ മനസ്സിലായി? അതിന് ട്രീക്ക് ഉണ്ട്. ഇതാ അവസാനം വാവും നൂനും ഇങ്ങനെ വന്നു, ലായിബൂന, കായിലൂന, മായിലൂന അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കുക ഇത് കുറേ ആളുള്ളതാണ്. അപ്പം ഇതിലേതാ വേണ്ടത്? അന്തും. അപ്പോൾ ഇവിടെ എന്ത് വന്നു? അന്ത, അന്തുമ, അന്തും.
അടുത്ത ജവാദ് ഉസ്താദി. ജവാദ് ആരാണ്? ജവാദ് എൻ്റെ ഉസ്താദാണ്. അപ്പോൾ അവർ എൻ്റെ ഉസ്താദാണ്. അവരിനെങ്ങനെ പറയാം? ഹുവ, ഹിയ, അന്തി. അന്തി അല്ല നമുക്ക് എന്തായാലും അറിയാം, കാരണം പെണ്ണിനെ കുറിച്ചല്ലല്ലോ ഇവിടെ പറയണത്, അല്ലെ? ജവാദിനെ കുറിച്ചാണ്. ഹിയ എന്ന് പറഞ്ഞ പെണ്ണിനെ കുറിച്ചാണ് പറയാം. ഹിയ എന്ന് പറഞ്ഞാൽ അവളെന്ന്. അപ്പൊ അത് രണ്ടുമല്ല. പിന്നെന്താ ബാക്കിയുള്ളത്? ഹുവ. അപ്പൊ ജവാദുൻ ഹുവ ഉസ്താദി. അടുത്ത് ഫാത്തിമ ഉഖ്തി. ഫാത്തിമ പെണ്ണാണല്ലോ. ഓക്കെ, ഇതിലാർക്കാ പെണ്ണിനെ പറ്റി പറയണത്? അന്ത പെണ്ണാണോ? അല്ല. അന്തും പെണ്ണാണോ? അല്ല. അപ്പൊ പിന്നെ ഏതാണ്? ഹിയ. അപ്പൊ ഹിയ ഉഖ്തി, അവൾ എൻ്റെ സഹോദരിയാണ്. യ ഇബിനു വയാ ബിന്തു. യാ ഇബിനു മോനെ, വയാ ബിന്തു മോളെ. മോനും മോളും ഉണ്ട്. തെൽ അബാനി. അപ്പൊ ഇവിടെ അലിഫും നൂനും വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹുമയോ അന്തമയോ ഇതിലേതെങ്കിലും ഒന്നാ വരിക. അന എന്തായാലും വരൂല. അന പറഞ്ഞ ഞാനാണ്, അത് വരൂല. പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്നാണോ വരിക, അല്ലെങ്കിൽ അവർ രണ്ടുപേരും എന്നാണോ? അന്തുമ, നിങ്ങൾ രണ്ടുപേരും. അന്തുമ തൽ അബാനി. അടുത്ത അൽ മുസ്ലിമൂന ഡാഷ് യദ്ഹബൂന ഇലാ മക്ക. അൽ മുസ്ലിമൂന ഡാഷ്. ഹിയ എന്ന് പറഞ്ഞ പെണ്ണാണ്. ഇവിടെ മുസ്ലിമീങ്ങളെ പറ്റിയാ പറയണേ. മുസ്ലിമീങ്ങൾ പെണ്ണ് മാത്രമേ ഉള്ളൂ? അല്ല. അപ്പൊ മുസ്ലിം ഒരു പെണ്ണല്ലല്ലോ. ഹിയ പറഞ്ഞ ഒരു പെണ്ണാണ്. ഒരു പെണ്ണിനാ പറയാ ഹിയ. ഇവിടെ മുസ്ലിമൂന മുസ്ലിമീങ്ങളാണ്. അപ്പോ അൽ മുസ്ലിമൂന ഹും ഉണ്ട്, അന്ത ഉണ്ട്. അന്ത പറഞ്ഞാൽ നീയാണ്, നീ ഒരാളാണ്. അപ്പൊ ഹുമ്മ വേണ്ടി. അൽ മുസ്ലിമൂന ഹും യദ്ഹബൂന. അടുത്ത ഡാഷ് മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി. ഹുമാ അന്തും അന. ഏതാ എളുപ്പം മനസ്സിലാക്കി? അന മുസ്ലിം അല്ലേ? അന മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി. ബാക്കിയൊക്കെ രണ്ടാളും പിന്നെ കുറെ ആളുമാണ്. അതൊന്നും ഇവിടെ ഇല്ലല്ലോ, മുസ്ലിം എന്നല്ലേ. ഇനി നമ്മളിത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. ഇത് ഒരു സാധനത്തിന് എങ്ങനെ പറയാം? കുറെ എണ്ണം ഉണ്ടാവുമ്പോൾ എങ്ങനെ പറയാം? കൂട്ടുകാരൻ. സ്വദീഖ് എന്ന് പറഞ്ഞാൽ കൂട്ട്. കുറെ കൂട്ടുകാർക്ക് എന്താ പറയാ? അസ്ദിഖാ. അസ്ദിഖാ. കലമ് പേന. പേനകൾ എങ്ങനെ പറയും? അഖ്ലാമുൻ. ലൗനുൻ നിറം. അൽവാനുൻ നിറങ്ങൾ. ത്വാലിബുൻ വിദ്യാർത്ഥി. തുല്ലാബുൻ വിദ്യാർത്ഥികൾ. വറഖുൻ പേജ്. ഔറാഖുൻ പേജുകൾ, പേപ്പറുകൾ. ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി. ത്വാലിബാത്തുൻ വിദ്യാർത്ഥിനികൾ. സൂറത്തുൻ ചിത്രം. സുവറുൻ ചിത്രങ്ങൾ. അന്ത നീയൊരാണ്. അന്തും നിങ്ങൾ കുറെയാണ്. അന്തി നീയൊരു പെണ്ണ്. അന്തുന്ന നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ. അന ഞാന്. നഹ്നു ഞങ്ങൾ. ഹുവ അവൻ. ഹും അവർ. ഹിയ അവൾ. ഹുന്ന അവർ കുറെ സ്ത്രീകൾ. ഇനി നമുക്ക് ഇത് കാണാതെ പഠിക്കാം. ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന അന നഹ്നു. അത് കാണാതെ പഠിക്കാം. അടുത്ത നുക്കമ്മിൽ ബി ലമീരി മുൻഫസിലും മുനാസിബിൻ കമാഫിൽ മിസൽ. ഇതിനും മുൻഫസിലായ ലമീർ എന്നാ പറയട്ടോ. ഈ ലമീറുകൾക്ക് എന്താ പറയാ? മുൻഫസിലായ ലമീർ. അപ്പോ ഇവിടെ ദാരിസുനുണ്ട്. ദാരിസാനി, ദാരിസൂന, ദാരിസത്തും, ദാരിസത്താനി, ദാരിസാത്ത്. ഹാദാ ഇബ്നുൻ ഹുവ ദാരിസുൻ. ഇത് മോനാണ്, അവൻ വിദ്യാർത്ഥിയാണ്. ഹാദാനി ഇബ്നാനി. ഇത് രണ്ട് മക്കളാണ്. അപ്പോ ഹുമാ. ഹുവ ഹുമാ. പിന്നെ ഹഉലാഇ അബ്നാഉൻ. അപ്പോ ഹും. ഹും ദാരിസൂന. ഹാദിഹി ബിന്തുൻ ദാരിസത്തുൻ. അല്ലേ? അപ്പോ ഹിയ ദാരിസത്തുൻ. ഹിയ ദാരിസത്തുൻ. ഹാത്താനി ബിന്താനി ദാരിസത്താനി. ഡാഷ് ദാരിസത്താനി. ഹുമാ ദാരിസത്താനി. അടുത്ത ഹഉലാഇ ബനാത്തുൻ ദാരിസാത്തുൻ. ഹുന്ന ദാരിസാത്ത്. അപ്പൊ ഇവിടെ ഈ ഓർഡറിൽ ഇങ്ങനെ ഇത് ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന ഇങ്ങനെ വരിക. അടുത്ത നുക്കമ്മിലുൽ ഫറ ആണ്. ഹുവ ഡാഷ് ഹും. പിന്നെ ഹിയ ഡാഷ്. അപ്പോൾ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന അന നഹ്നു. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചതിന് ശേഷം എഴുതാനുള്ളതാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നിർബന്ധമായി പഠിക്കണം എന്നർത്ഥം. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മുൻഫസിലായ ലമീറുകൾ. എത്ര ഉണ്ട് മുൻഫസിലായ ലമീർ? 6, 3, 9, 3, 12, 15 അല്ലേ? 1, 2, 3.
23 6 3 9 4 12 15 ഉണ്ട്. ഈ 15 പഠിക്കൽ എന്താണ്? നിർബന്ധമാണ്. നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. മുൻഫസിലായ ലമീർ ചേർക്കാനാണ്. യാ ഇബിനു അന്ത ദാരിസുൻ, മോനെ നീ ആരാണ്? നീ വിദ്യാർത്ഥിയാണ്. ഇനി 2 മക്കളെ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നിങ്ങനെ പറയാം. 2 ആളുണ്ടാവുമ്പോൾ അന്ത അന്തുമാ. അടുത്ത് നിങ്ങൾ കുറേ ആണുങ്ങൾ, എങ്ങനെ പറയാം? അന്തും ദാരിസൂന. അടുത്ത് മോളാണ്, നീ ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പം എന്താ വരിക? അന്തി. അന്തിയാണ് വരിക കേട്ടോ. നീ ഒരു പെണ്ണല്ലേ. അടുത്ത യാ ബിന്താനി 2 പെൺകുട്ടികളാണ്. അപ്പോൾ അന്തുമ. പിന്നെ ബനാത്തുൻ നിങ്ങൾ കുറേ പെൺകുട്ടികൾ, അന്തുന്ന. യാ അന ഇബിനുൻ ഞാൻ മോനാണ്, അന ദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. അന ബിന്തുൻ ഞാൻ മോളാണ്, അന ദാരിസത്തുൻ. നഹനു അബിനാവുൻ നഹനു ദാരിസൂന. നഹനു ബനാത്തുൻ നഹനു ദാരിസാത്തുൻ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പഠിച്ച ഈ മുൻഫസിലായ ലമീർ ഖുർആനിൽ വന്ന ആയത്തുകളിൽ ഉണ്ടോ ഇല്ലേ അത് കണ്ടെത്താനാണ്. അന തവ്വാബുർ റഹീം ഉണ്ടല്ലോ. അന ഉസ്താദും പഠിച്ച അന ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, അന ഉണ്ട്. അടുത്തത് ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഈ പാഠത്ത് പഠിച്ച ഒരു വാക്കുണ്ട് ഇതിൽ. ഏതാണ്? നഹ്നു ഞങ്ങൾ. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഹുമുൽ മുഫ്ലിഹൂൻ ഹുമ്മുണ്ട് ഇവിടെ അല്ലേ. ഈ ഇത് ഹുമ്മാണ്. ഇവിടെ കൂട്ടി ഓതുന്ന സമയത്ത് ഹുമ്മുന്നാവുക. പിന്നെ ഇന്നക അന്തൽ അലീമുൽ ഹക്കീം. ഇതിലെന്താ ഉള്ളത്? അന്തണ്ട്. അടുത്ത ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താ ഉള്ളത്? ഹുവ. ഹുന്ന ലിബാസുല്ലക്കും അന്തുൽ ലിബാസുല്ലഹുന്ന. ഇതിൽ കുറേ ഉണ്ട്. ഏതൊക്കെ? ഹുന്ന, പിന്നെ അന്തും ഹുന്ന അല്ലേ. ഹുന്ന അന്തും ഹുന്ന. 2 ഹുന്നയും ഒരു അന്തും ഉണ്ട് ഇതിൽ. അടുത്തത് എന്താണ്? കോപ്പി എഴുതാനാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പാഠം നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. പാഠം കുറച്ച് ടഫാണ്. നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. കാര്യമായിട്ട് പഠിക്കേണ്ടത് ഇത് മുഴുവനും പഠിക്കുക, ഇതിൻ്റെ അർത്ഥവും പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് ഇതിന് ശേഷം വരുന്ന, ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം വരുന്ന വാക്കുകൾ. ഇപ്പോൾ അന്ത വന്നാൽ എന്താ വരിക? അന്തുമ വരുമ്പോൾ എന്താണ് വരിക? അന വരുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ ഹുമ, ഹുന്ന, പിന്നെ അന്തുന്ന, ഇതൊക്കെ വരുമ്പോൾ ശേഷം വരുന്ന വാക്കിന് എങ്ങനെ ശ്രദ്ധിക്കണം, അതൊക്കെയാണ് പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് വരിക. പിന്നെ ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും. ഇത് പരീക്ഷയ്ക്ക് വരുന്നൊരു ഭാഗമാണ്. അതുപോലെ ചേരുംപടി, അതുപോലെ ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. ഇനിയും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലായി